ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ SFI നടത്തിയ സമരത്തിന്റെ അവസാനം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? കുറെ ബ്ലേഡുകളുമായിട്ട് അവിടെ വന്നിരിക്കുന്നു. എന്തിനാണ് ബ്ലേഡ്? മൂർച്ചയുള്ള സമരം നടത്തി. അത് അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ചില ആയുധങ്ങളില്ലേ, എന്തിനാണ് ബ്ലേഡിൽ ചുരുക്കിയത്? ഇതെന്താന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച്, പോലീസുകാരുമായിട്ടൊരു സംഘർഷം ഉണ്ടാവുകയും പോലീസിനെ പ്രകോപിപ്പിക്കുകയും പോലീസിനെ മുറിവേൽപ്പിക്കുക. പോലീസിന് മുറിവേറ്റു, വനിതാ പോലീസിന് ഉൾപ്പെടെ മുറിവേറ്റുന്നവർ. ഞാൻ പറയുന്നത് ഒരാളുടെ വെയിൻ കട്ട് ചെയ്ത് പോകുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ നിലക്കുള്ള സംഗതിയൊന്നും അല്ല. അതിനകത്ത് എന്തെങ്കിലും ഒരു അപകട സാധ്യത വരെ ഉണ്ട്. ബ്ലേഡ് ഉപയോഗിച്ച്, ബ്ലേഡ് എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സാധനമല്ല, വളരെ അപകടകരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപകടകരമായി തീരാവുന്ന ഒരു സംഗതിയാണല്ലോ, നമുക്കൊക്കെ അറിയാം. അതുപയോഗിച്ച് അങ്ങനെയൊക്കെ കാണിക്കാൻ എന്താണ് അതിൻ്റെ പുറകിലുള്ള മനഃശാസ്ത്രം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. SFI അവരുടെ സമരരംഗത്ത് അവർ സ്വയം തെളിയിക്കേണ്ടത് മുദ്രാവാക്യങ്ങളിലൂടെയാണ്. എന്ത് മുദ്രാവാക്യമാണ് അവർക്കുള്ളത്? ഏത് തരത്തിലുള്ള കുറിക്കുകൊള്ളുന്ന മുദ്രാവാക്യം അവർക്കുണ്ടോ? എന്ത് കിട്ടി സതീശ എന്നൊക്കെ ചോദിച്ച് DYFI പ്ലക്കാർഡുകളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് കണ്ടു. തിരിച്ചു ചോദിച്ചില്ലേ കഴിഞ്ഞ ജോണി വാക്കറിന് എന്ത് കിട്ടി എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ആ മുദ്രാവാക്യം ഇല്ലാതായില്ലേ? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് വളരെ ദയനീയമായ അവസ്ഥയിലാണ്. ഈ സമരങ്ങളൊക്കെ നടത്താതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതുകൊണ്ട് നടത്തുന്ന സമരങ്ങളെ രൂപത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യമായ ഞാൻ പറയട്ടെ, DYFI SFI ഒക്കെ ഇക്കാലത്ത് നടത്തേണ്ട സമരം നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികളെ മുഴുവൻ ഈ തരത്തിൽ എന്താ പറയുക അവസ്ഥയിലാക്കിയതിനെതിരെയാണ് അതിഭയങ്കരമായ പ്രക്ഷോഭം അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവേണ്ടിയിരുന്നത്. അതുണ്ടായില്ല. അത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രകടനങ്ങളിൽ അവസാനിക്കുന്ന സമരമായി മാറി. കേരളത്തിൽ നിന്ന് നടക്കണമായിരുന്നു, കേരളത്തിൽ തിളച്ചു പൊങ്ങേണ്ട ഒരു വിഷയം അതായിരുന്നു. അതൊന്നും നടന്നില്ലല്ലോ. പിന്നെ എന്താണ് ഇവർ ഈ ബ്ലേഡും കൊണ്ടുവന്നിട്ട് ഈ പോലീസുകാരെ കീറി മുറിക്കാമെന്ന് വെച്ചിട്ട് മാത്രം ഈ ഒരു വിഷയത്തിൽ വന്ന് എനിക്കതിനോട് ഒരു യോജിപ്പുമില്ല.